ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യണ ഇതാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മൾ കുർത്തിയുടെ അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക് പീസ് ഇതുപോലെ എടുക്കുക. ലൈനിങ് ആണ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 പീസുകളാണ് നമ്മൾ എടുക്കുന്നത്. നെക്കൊക്കെ കട്ട് ചെയ്തതാണ്. ഒരു ലൈനിങ്ങുമായിട്ട് നമുക്ക് ഇതുപോലെ സൂചി വെച്ചിട്ടാണ് അന്ന് പിൻ ചെയ്ത് എടുക്കാം. അല്ലാണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടില്ല. ഇതേപോലെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. ഇങ്ങനെ ഒന്ന് വരഞ്ഞതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് അതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സിബ് എടുക്കാം. ഇൻവിസിബിൾ സിബ് ഈ രീതിയിലാണ്. കണ്ടാൽ നോർമൽ സിബിന് നല്ല വ്യത്യാസമുണ്ട്. ഇതേപോലെയാണ് അതിൻ്റെ നല്ല വശം ഇരിക്കുന്നത്. ഉൾവശമാണ് ഇതുപോലെ ഇരിക്കുന്നത്. ഞാനിവിടെ സിബ് എടുത്തേക്കുന്നത് വേറെ കളർ, തുണിയുടെ കളറല്ല. ഇത് വീഡിയോയിൽ ശരിക്കും കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കളറ് സിബ് എടുത്തേക്കുന്നത്. നമ്മൾ ശരിക്കും തയ്ക്കുമ്പോൾ തുണിയുടെ അതേ തന്നെ കളറ് സിബ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സിബിൻ്റെ എത്ര ലെങ്ത്തിലാണ് വെക്കുന്നത് മാർക്ക് ചെയ്യാം. സാധാരണ ഒരു 13 ഇഞ്ച് അല്ലെങ്കിൽ 14 ഇഞ്ചാണ് സിബ് വയ്ക്കുക. സിബിൻ്റെ ഫുള്ള് നീളം നമ്മൾ വെക്കാറില്ല. ഇപ്പോൾ ഈ 14 ഇഞ്ചിലാണ് ഇപ്പോൾ ഞാൻ ആദ്യം ഒരു മാർക്കിങ് കൊടുക്കുന്നത്. 13 ഇഞ്ചാണ് നമുക്ക് സിബിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 1 ഇഞ്ച് കൊണ്ട് കയറ്റി ഒരു മാർക്കിങ് കൂടി 13 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്ത് ലൈനിൽ നിന്ന് സൈഡിലേക്ക് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മൾ താഴെ 13 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റിൻ്റെ അവിടേക്ക് നമുക്ക് രണ്ട് സൈഡിൽ ഇതുപോലെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിന് താഴെ ഈ 14 ഇഞ്ചിലേക്ക് നമുക്ക് ചെരിച്ച് ഒന്ന് വരച്ചെടുക്കുക. ഇതേപോലെ 13 ഇഞ്ചാണ് നമുക്ക് സിബിൻ്റെ ലെങ്ത്ത്. സിബ് നല്ല നമ്മൾ കുർത്തിയുടെ നല്ല വശത്താണ് ഇപ്പോൾ ഈ മാർക്കിങ് ചെയ്തിട്ടുള്ളത്. ഈ സെൻറ്റർ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് കുർത്തിയുടെ നല്ല വശത്ത് സിബിൻ്റെ നല്ല വശം മുകളിലാക്കിയിട്ട് നമുക്കിതുപോലെ ആ 14 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നമുക്കിതുപോലെ ഒരു പിൻ ചെയ്ത് ഉറപ്പിച്ചെടുക്കണം. ഇനിയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ നമ്മൾ വെച്ചതിന് ശേഷം ഈ സിബ് ഇതുപോലെ തിരിച്ചിട്ട് നമുക്ക് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. കണ്ട ഇതുപോലെ മോശം വശം മുകളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ വെക്കണം. അങ്ങനെ നമുക്ക് ഇത് തെറ്റിപ്പോകാണ്ടിരിക്കാൻ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം പിൻ ചെയ്തെടുക്കാം. ഈ രീതിയിലാണ് നമ്മൾ ഫുള്ള് സിബിൻ്റെ സൈഡ് നമ്മളിതുപോലെ ഫുള്ള് ഉള്ളിലേക്ക് വരുന്നില്ല. ഒരു 1/4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വരച്ചിട്ടുണ്ട്. ആ വരച്ച ഭാഗത്തേക്കാക്കിയിട്ട് സിബ് വെച്ചിട്ട് ബാക്കി സിബിൻ്റെ സൈഡ് ഭാഗം പുറത്തേക്കാക്കാണ് ഇരിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കാം. 2-3 പിൻ എടുത്ത് നമുക്കിത് എന്തിനാണെന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകാതിരിക്കാനാണ് 2 സൈഡ് ഇതുപോലെ പിൻ ചെയ്യണം. 1/4 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് സിബിൻ്റെ സൈഡ് നമ്മൾ പുറത്തേക്ക് നിൽക്കുകയാണ്. അങ്ങനെ 2 സൈഡ് നമ്മൾ ഇതുപോലെ പിൻ ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെയാണ് ഇതുപോലെ ഈ ആ ഭാഗം ഇങ്ങനെ മലർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ സൈഡ് ഫൂട്ടർ എടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഇടയിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സിബ് പുറത്തേക്ക് കാണും. 13 ഇഞ്ചിൽ മാർക്ക് ചെയ്ത ഒരു പുറത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് 2 സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ സിംഗിൾ ഫൂട്ടർ ഇട്ടിട്ട് ഇതുപോലെ അതിൻ്റെ ഓരത്തേക്ക് നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ലൈനിൻ്റെ അവിടെയാണ് നമ്മൾ സ്റ്റിച്ച് വരേണ്ടത്. ഇതുപോലെ സിബിൻ്റെ ആ പല്ലുള്ള ഭാഗം ഇതുപോലെ അങ്ങനെ മലർത്തി വെച്ചതിന് ശേഷം അതിൻ്റെ ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മൾ 13 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മാർക്കിങ്ങിൻ്റെ അവിടെ എത്തിയപ്പോൾ ലോക്ക് ചെയ്ത് നിർത്തുക. ഈ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡും അടിച്ചെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നേരെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിബ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങരുത്. ഈ സൈഡും അതുപോലെ തന്നെ സിബ് ഒട്ടും വലിച്ചു പിടിക്കരുത്. നമുക്ക് കൃത്യമായിട്ട് ഈ എൻഡിൽ വരുമ്പോൾ ഒട്ടും ബാക്കിയാവാതെ കൃത്യമായിട്ട് തന്നെ നമുക്ക് കിട്ടണം. ഒപ്പമായിട്ടുണ്ട്. 2 സൈഡും അതുപോലെ തന്നെ
ഒപ്പം ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നിർത്തിയിടാം. 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. ഇനി 2 അറ്റം നമുക്ക് നെക്കിൻ്റെ ഭാഗം രണ്ടും ഏറ്റക്കുറച്ചിൽ വരാതെ ഒരേ രീതിയിൽ തന്നെ കിട്ടാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇത് ഉള്ളിലേക്ക് മറിച്ചെടുക്കാം. ഇപ്പം നമുക്കിത് പിരിഞ്ഞിരിക്കണ മാതിരി ഇരിക്കണം. ഇതിങ്ങനെ ഉള്ളിലേക്ക് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് നമ്മളുടെ ശരിയായ രീതിയിൽ വരും. അപ്പം നമുക്ക് സിബ് ഇടുമ്പോൾ നമുക്ക് ഒട്ടും സിബ് കാണാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അടിഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് 1 ഇഞ്ച് മാർക്ക് 13 ഇഞ്ചിൽ നിന്ന് 14 ഇഞ്ച് വരെ ഉള്ള ഭാഗം നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിനെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉൾഭാഗം ഇങ്ങനെ എടുത്തിട്ട് സിബിൻ്റെ 2 വശം ഒപ്പം ഇതുപോലെ പിടിക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഒപ്പം ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം ആ സ്റ്റിച്ച് ചെയ്ത നിർത്തിയ പോയിന്റിൽ നിന്ന് നമുക്ക് താഴോട്ട് 14 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ പോയിന്റിലേക്ക് ചരിച്ചടിച്ചു കൊടുക്കണം. സിബിൻ്റെ 2 സൈഡും നമ്മൾ നേരത്തെ അടിച്ച് നിർത്തിയ പോയിന്റുകൾ രണ്ടും ഒരുമിച്ച് പിടിച്ചതിന് ശേഷം വേണം നമുക്കിങ്ങനെ അടിച്ചെടുക്കാനായിട്ട്. അല്ലേ സിബിൻ്റെ ബാക്കി നിൽക്കുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഈ രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിബിൻ്റെ ഒട്ടും നമുക്ക് കാണുന്നില്ല. ഇനി ഈ അറ്റം നമുക്കൊരു ചെറിയ ചുളിവ് വരും. അതൊന്നും നമുക്ക് അയൺ ചെയ്തെടുക്കുമ്പോൾ വൃത്തിയായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ഉൾവശം നമുക്ക് ആ സിബിൻ്റെ ബാക്കി നിൽക്കുന്ന ആ ഭാഗം നമുക്ക് ലൈനിങ് മാത്രം ചേർത്ത് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിന് നല്ല തുണി ഇങ്ങനെ മാറ്റിയിട്ട് നമ്മൾ പിൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നില്ല നല്ല തുണിയും ലൈനിങ്ങുമായിട്ട്. അതുകൊണ്ട് ലൈനിങ് ഇങ്ങനെ നല്ല തുണി ഇങ്ങനെ മാറ്റിയതിന് ശേഷം ലൈനിങ്ങുമായിട്ട് മാത്രം ഈ സിബിൻ്റെ അരിക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ സൈഡും ലൈനിങ്ങുമായിട്ട് മാത്രം ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. സിബിൻ്റെ ഈ വശം ഇതുപോലെ പൊന്തി നിൽക്കാതെ നല്ല ഭംഗിയിൽ ലൈനിങ്ങുമായിട്ട് ചേർന്ന് തന്നെ ഇരിക്കും. ഇനി നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഉൾവശം നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ലൈനിങ് മാത്രമായിട്ട് അടിച്ചിട്ടുള്ളൂ, പുറത്തേക്ക് അടിപ്പൊന്നും വന്നിട്ടില്ല. ഉൾവശം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ സിബ് വേറെ കളറായതുകൊണ്ടാണ്, സെയിം കളറാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. ഇതുപോലെ നല്ല വശം നോക്കിയാലും ഇതേപോലെ സിബ് അറ്റാച്ച് ചെയ്ത ഇത് നമുക്കറിയില്ല. ഇൻവിസിബിൾ സിബിൻ്റെ പ്രത്യേകത അതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.